എല്ലാവർക്കും സുയം ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് നമ്മുടെ കൊടൈക്കനാലുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പോകും. അപ്പം ഇതാണ് നമ്മൾ ഇപ്പം ഫ്രഷ് ചെയ്ത ഒരു റിസോർട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, പേര് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അതിന് കുറച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ അരികിൽ തന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കോലമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. കുറേ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അടിപൊളി. ഓക്കെ, അവിടെ ഫുഡ് എങ്ങനെയുണ്ട്? ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത് പച്ചക്കറി, മുട്ടക്കറി, മുട്ട് ദോശലമാണ്. വെക്കാം. പൂരി ഉണ്ടെന്നാണ് പറയുന്നത്. കോഫി ചായ അറിയില്ല, നോക്കണം. അല്ല ആസ് കുടിച്ചാ പോട്ടെ. മുട്ടക്കറി ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ച് കാണാം ഗൈസ്. ഓക്കെ, ഫുഡെല്ലാം എങ്ങനെയുണ്ട് സർ? ഫുഡ് ഗൈസ്, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അടിപൊളി ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് പോകാനുണ്ട്, സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് നേരെ യാത്രാ വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ കുറേ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ തമിഴ് സിനിമയൊക്കെ കാണുന്ന പോലെയാണ് ശരിക്കും ഇവിടുത്തെ ഫീല് കിട്ടുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിസോർട്ടിൻ്റെ പേര് ഗ്രീൻ ഹിൽസ് റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് എഴുതുന്നത്. നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു മനോഹരമായ ഒരു റിസോർട്ടാണിത്. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ട് ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാൽ എല്ലാം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊടൈക്കനാൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ട് ഗൈസ്. ബോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സാർ, അപ്പം ടിക്കറ്റ് പ്രൈസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷരീഫ് സാറ് പിന്നെ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ബോട്ടിങ്ങിന് പോവുകയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ട് ഗൈസ്, കുറെ കാലമായി ബോട്ടിലേക്ക് കയറിയിട്ട്. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ. എന്താ എനിക്ക് പറയാതെ? അടിപൊളിയല്ലേ? ഇപ്പൊ തുടങ്ങുന്ന ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ മാനവുണ്ട്, അഭിരാമുണ്ട്, അശ്വിന്, ഞാനുണ്ട്. അപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പം ഒരു ബോട്ടിൽ ടോട്ടൽ 6 പേർക്കാണ് എന്താ പറയുക നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയതൊരു ഏട്ടറുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാ നെയിം രാമണ്ണനാണ് നമുക്ക് തുടങ്ങി തരുന്നത്. ഇത് കാണിക്കും. അവിടെ സ്റ്റുഡൻസ് ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. ആടാ നമുക്ക് വേട ഇല്ലടോ. ശ്രാമണ്ണ പോലെ കുറേ അണ്ണന്മാർ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. നല്ല തണുത്തല്ല. ഓ, നീ ഈടാക്കിയ ഒന്ന് ഈടാക്കിയ വാ.
அண்ணா எத்தனை இயர் எக்ஸ்பீரியன்ஸ் இருக்கு? யா 40 வருஷம் எக்ஸ்பீரியன்ஸ் இருக்கு. யா யூ ஸ்டார்ட் ஃபார் திஸ் ஃபீல்டு യുവർ ഏജ്? ഓക്കെ. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് ഈ ഫീൽഡ്? 19 വയസ്സിലോട്ട്. ഓ 16 വയസ്സിൽ 19 വയസ്സ്. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യും. ഏതെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം. അതെ, ഇതിൽ മറக்கிறதுல ஒண்ணுமே இல்ல. എന്നാലും കുറെ പാസഞ്ചേഴ്സിന് എല്ലാ പാസഞ്ചറും വരുന്നുണ്ട്. റെഗുലർ മാറി മാറി വരും. സൗത്ത് വരും, നോർത്ത് വരും, മലയാളീസ് വരും, ഫോറിൻ കൺട്രീസ് വരുമോ? എല്ലാ നാട്ടിൽ നിന്ന് വരും. ஊரு இருக்கா? கொடைக்கானல். കേരളത്തിൽ വന്നിருக்கா? കണ്ണൂർ. ഓ போகாத ஊரே இல்ல. ஓ நார்த்து சவுத்து வெஸ்ட் எல்லா ஊரும் போயாச்சு. இப்போ கூட போன வீக் கூட காலிக்கிட்டு போயிட்டு வந்தோம் மேரேஜ். ஓ வீக்லியா போவா? வீட்டில் வீக்லியா போவா? அல்ல அப்படி இல்லைல்ல, விசேஷம் எப்பயாச்சும் ஃபங்க்ஷன் இருந்தால் போவோம். ஓ 80 ஆழம் இருக்கு. ஆமா, பழனி சிட்டிக்கு தண்ணி குடிக்கிற தண்ணி, ட்ரிங்கிங் வாட்டர். ஓ இது வந்து ரெயின் வாட்டர் இல்ல, ஸ்ப்ரிங் வாட்டர், அண்டர் கிரவுண்ட் வாட்டர். 5 கிலோமீட்டர் சுற்றளவு. ஓ 60 ஏக்கர் இருக்கு. 60 ஏக்கர். ഒരു ദിവസം എത്ര വരും ബോട്ടില്? ഒരു ദിവസം அது சொல்ல முடியாது, கிரௌட பொறுத்து இருக்கு. டிமாண்ட் மாதிரி இல்ல. ஒரு நாளைக்கு ஒரு 10 to 15 ட்ரிப் போகும், ஒரு நாளைக்கு 20 ட்ரிப் போகும், ஒரு நாளைக்கு 2 ட்ரிப் போகும். அது கஸ்டமரை பொறுத்து தான். பயங்கர வெயில் இருக்கா? அല്ലേ வெயில் வேறு. இனி நவம்பர் டிசம்பர் வெயில் இருக்கும், தணுப்பு இருக்குமா? ബസ് ഇറങ്ങി വരുമ്പോ തണുപ്പ് ഇருக்கு. അപ്പൊ നമ്മുടെ കൂടെ വന്ന അണ്ണൻ നല്ല അണ്ണനായിരുന്നു കേട്ടോ. എന്ത് സംശയം ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. നല്ല സ്വഭാവമാണ്. ഓക്കെ, അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ കാണിച്ചതല്ലോ, അവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ അവർ നന്നായിട്ട് ആൻസറബിൾ ആണ്. അപ്പം കുറേ ഇൻഫോർമേഷൻ കിട്ടി. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ ഈ പുഴയിലെ വെള്ളം തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ശുദ്ധമായ വെള്ളമാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ എന്താണ് ആ അണ്ണൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ മോട്ടറൊന്നും ഉപയോഗിക്കില്ല. ഡീസൽ വെച്ചിട്ടുള്ള മോട്ടറൊന്നും ഉപയോഗിക്കില്ല. പേഡലിൽ വെച്ചിട്ടുള്ള ബോട്ടും അതേപോലെ തന്നെ നോർമൽ നമ്മളിപ്പം പോയിട്ടുള്ള പോലത്തെ ബോട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇവർക്ക് വരുന്നതുണ്ടോ, അതൊരു സംഭവം.
എൻ്റെ ഒന്ന് ഫോട്ടോ തരാം ഞങ്ങൾ തരുന്ന ഇരുടായോണ്ട് ഒന്നും കാണില്ല ഗൈസ്. ഈ കാണുന്നത് ഫുള്ള് മുന്തിരിത്തോട്ടങ്ങളാണ്. അല്ല ഗൈസ്, എന്നെ കൂടുതൽ എത്തിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മുന്തിരി നമ്മൾ എടുത്താൽ തന്നെ 500 രൂപ ഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചതല്ലേ ആ വീഡിയോ അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി. ഓക്കെ, അപ്പം ഇതൊരു മുന്തിരിത്തോട്ടമാണ്. കുറച്ച് ലേറ്റായി പോയി കേട്ടോ വരാൻ. നമ്മൾ മാത്രമല്ല, കുറേ സ്കൂളിലത്തെ കുട്ടികളും ടൂറിന് വന്ന കുട്ടികളും അവരൊക്കെ ഉണ്ട്, ഇതിലുള്ള നാട്ടിലത്തെ കുട്ടികളൊക്കെ ഉണ്ട്. എന്താണ് അലോകെ പറയാനുള്ളത്? അലോകെ അലോകെ കഴിക്കണം, കുടിക്കണം, ഉറങ്ങണം. അതാണ് ഇവിടെയാണ് സ്റ്റേ വരുന്നത്. അപ്പോൾ ഗൈസ്, അപ്പം വീഡിയോ ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ്. ചന്ദ്രസുധരൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാം ഡേ 2 പാർട്ടി ഇവിടെ അവസാനിക്കുകയാണ്. ഡേ 3 നമുക്ക് നാളെ ആയിട്ട് കാണാം. ഞാനിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് നമ്മളിപ്പോൾ യാമക്കൽ മെയിലാണ്. അപ്പം DJ ഒക്കെ കണ്ടു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അടുത്ത കാണാം. ബൈ.